അങ്ങനെ നമ്മൾ സംഗീതാമ്മയുടെ അവിടെ നിന്ന് നേരെ വീട്ടിലോട്ട് വന്നു. അവിടെ എത്തിയപ്പോഴത്തേക്കും മാമൻ ഇവിടെ കറണ്ട് ഇല്ലാതെ എങ്ങനെ ചിക്കൻ കറി വയ്ക്കും എന്നൊരു ഇതിനെപ്പറ്റി ഗഹനമായ ചിന്തയിലാണ്. പിന്നെ ഒന്നും നോക്കില്ല, നമ്മളും കൂടെ അങ്ങോട്ട് കൂടി. ചിക്കൻ മാത്രമല്ല, കുറച്ച് ഫിഷും ഉണ്ട്. ആദ്യം നമ്മൾ ഫിഷ് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് പെരട്ടി അങ്ങോട്ട് വെച്ചു. അപ്പോൾ ഇതിൽ മെയിൻ ആരാ? നമ്മുടെ ചക്കി മാമൻ തന്നെ. ഗൈസ്, ഈ ഉണ്ടാക്കുന്നതിൻ്റെയൊക്കെ റെസിപ്പി നിങ്ങൾക്ക് വേണമെങ്കിൽ കമൻറ്റിൽ റെസിപ്പി എന്ന് മെൻഷൻ ആക്കിയിട്ട് ചക്കി മാമൻ്റെ അക്കൗണ്ട് ഫോളോ ചെയ്യണമെന്ന് പറയാൻ പറഞ്ഞു. അതിനുശേഷം നേരെ നമ്മൾ ചിക്കനിലോട്ട് കടന്നു കേട്ടോ. അപ്പം ഫിഷ് പെരട്ടി മാറ്റി വെച്ചതിന് ശേഷം നമ്മൾ ചിക്കൻ എടുത്തു. അതിനെ മാമി നല്ല വൃത്തിക്ക് കഴുകി തന്നു. പിന്നെ അതിലോട്ട് നമ്മൾ നമ്മുടെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ആഡ് ചെയ്ത് മാഗ്നറ്റ് ചെയ്യാനായിട്ട് വെച്ചു. ഞാനും അമ്പാടി നേരത്തെ തന്നെ ആദ്യമേ ആത്മാർത്ഥമായിട്ട് ഉള്ളി അരിയാനും ബാക്കി പണികളിൽ കടന്നു. ഇതിലൊന്നും പെടാതെ വീഡിയോ എന്ന് പറഞ്ഞ് ചുറ്റിക്കിടങ്ങുന്ന ചില ആൾക്കാരുണ്ട്. നമ്മൾ നേരത്തെ കത്തിച്ച് വെച്ച മെഴുകുതിരി അണഞ്ഞു പോയതുകൊണ്ട് മാമ ഒന്നും കൂടെ മെഴുകുതിരിയൊക്കെ കത്തിച്ച് അതാത് സ്ഥലത്തൊക്കെ വെച്ചതിന് ശേഷം വലിയൊരു പാത്രം എടുത്ത് അടുപ്പത്ത് വെച്ചു. ഇനിയാണ് നമ്മൾ അംഗം തുടങ്ങാൻ പോകുന്നത് ഗൈസ്. മാമൻ ഇവിടെ നിന്ന് ഇളക്കുമ്പം ഏറ്റവും കൂടുതൽ പണി കിട്ടിയത് എനിക്കും എൻ്റെ അമ്പൂട്ടനുമാണ്. ഏറ്റവും റിസ്ക് ആയിട്ടുള്ള പണി ഉള്ളി അരിയൽ. എത്രമാത്രം കണ്ണീര് കളഞ്ഞിട്ടെന്നറിയാമോ നമ്മൾ ആ ഉള്ളിയൊക്കെ അരിഞ്ഞത്. അതൊന്നും ഇവിടെ ആർക്കും അറിയണ്ട. അങ്ങനെ ഫൈനലി കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും കറി റെഡിയായി. അപ്പോൾ ബാക്കി കഥ അടുത്ത വീഡിയോ പറയാം. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ ഗൈസ്.